ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു 6 മാസത്തിന് മുകളിലായി ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യണം. പ്രോപ്പർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചാനലാണ് എൻ്റെ. അപ്പോൾ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടില്ല. മനസ്സിലായില്ല? ഒരു ട്രേഡർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? നിങ്ങളൊരു ട്രേഡറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എൻട്രി വേണം, സ്റ്റോപ്പ് ലോസ് വേണം, ടാർഗറ്റ് വേണം, പിന്നെ കുറച്ച് റെസിസ്റ്റൻസ് സപ്പോർട്ടുകളൊക്കെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഗ്രൂപ്പിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ റീസൺസും എങ്ങനെ എടുക്കാമെന്നും അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു പോണത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾക്ക് എന്തായാലും ഈ ചാനൽ വെറുതെ വാച്ച് ചെയ്ത് സമയം കളഞ്ഞു എന്നൊരു തോന്നൽ എന്തായാലും വരില്ല. ഫുൾ ഓഫ് ഇൻഫോർമേറ്റീവ് കണ്ടൻസ് ആണ്. നിങ്ങളുടെ ട്രേഡിങ് ജേർണിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എവിടെയെങ്കിലൊക്കെ ഒന്ന് യൂസ്ഫുള്ളായിരിക്കും എൻ്റെ ചാനൽ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനലാണ്. ഞാൻ രാവിലെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇട്ടാണ് കേട്ടോ. പിന്നെ നമ്മളപ്പോൾ തന്നെ വേറെ 2 ലെവൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്ട്രൈക്ക് പ്രൈസ് ഞാൻ കൊടുക്കുന്നത് 8:30-ക്കാണ്. അപ്പോൾ ഈ 8:30-ക്ക് കൊടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ഇപ്പോൾ 204 എന്ന് പറഞ്ഞൊരു പ്രൈസ് നമുക്ക് കാണാം. 24,650 വീല്, പിന്നെ 24,800 സീൽ, 214.45 എന്ന് പറഞ്ഞ പ്രൈസാണ്. ഈ 2 പ്രൈസും ആക്ടിവേറ്റ് ആണെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചിലപ്പോൾ വേറെ പ്രൈസ് ആവും ഇതിൻ്റെ ആക്ടിവേഷൻ ആവുക. അത് ഞാൻ അപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ടാവും. ഇന്ന് മിസ്സായി പോയ ട്രേഡ് ഇങ്ങനെയാണ്. 24,650 പി 2 നമുക്ക് എൻട്രി പ്രൈസാണ് പ്രശ്നം കൊടുത്തത്. ആദ്യത്തെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 162-ലാണ്. അതിൻ്റെ ഒരു 15 മതി വ്യത്യാസം നമുക്ക് എൻട്രി കിട്ടുക. അതൊക്കെ ഭയങ്കര അഗ്രസീവ് എൻട്രീസാണ്. അതെടുക്കരുതെന്നാണ് ഞാൻ പറയാറ് ഡെയിലി. എടുത്തോട്ടുണ്ടെങ്കിൽ അത് 50 പോയിന്റ് പോയിണ്ടാവും, അത്രേ ഉള്ളൂ. 64 പോയിന്റ് മൂവ്മെൻറ്റോട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എടുക്കരുത്, അത്രേ ഉള്ളൂ കാര്യം. വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മുകളിലാണെങ്കിൽ 204-ലാണ്. 204-ന് ബൈങ് പ്രൈസ് വരുന്നത് 215-ഒക്കെയാണ്. അപ്പോൾ ഒരു 10 രൂപ 12 രൂപ വ്യത്യാസം അവിടെ കിട്ടുക. അവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എസ് പോകും. ഇനി 5 മിനിറ്റ് നോക്കി നിന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. 6ാമത്തെ മിനിറ്റിലെ ട്രേഡ് അടിയിലേക്ക് ക്ലോസ് ചെയ്ത് വെക്കുക, റെഡ് ക്യാൻഡിൽ. ഇവിടെ പ്രോബ്ലം തന്നെയാണ് അതെടുക്കരുതെന്ന് തന്നെ പറഞ്ഞേട്ടാ ഞാൻ. പിന്നെ മെയിനായിട്ട് ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള ട്രേഡാണ്. സെൻസസ് ആണ്. ഇന്ന് രാവിലെ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രേഡ് സെൻസസിലാണ്. നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രേഡ് തന്നെ 300 പോയിൻ്റാണ് ടാർഗറ്റ് പോയിക്കണത്. 1:7 ഇതിൽ അച്ചീവ് ആയിക്കണത്. കറക്റ്റ് ലിമിറ്റിൽ നിന്ന് എടുക്കത്തിരി പോകുന്നതാലും പ്രശ്നമൊന്നുമില്ല. ഈ ട്രേഡ് 300 പോയിൻ്റ് പോയിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ അത്രയും കാര്യമാണ് നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ നടന്നു നോക്കണത്. പെയ്ഡ് ഗ്രൂപ്പിൽ നമുക്ക് സെൻസസ്, നിഫ്റ്റി ഒക്കെ ആയിട്ട് വേറെ കുറേ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റി നല്ല മൂവ്മെൻ്റ് ഉണ്ട്, ഭയങ്കര മൂവ്മെൻറ്റാണ്. നമുക്ക് എങ്ങനെ എടുത്താലും പ്രോഫിറ്റേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ SL അടിക്കുമ്പോൾ ഇത്തിരി പതുക്കെ അടിക്കുള്ളൂ. പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഒരു 10-15 പോയിന്റ് അങ്ങനെ പോലും കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു 10-15 പോയിന്റുകളാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഫുൾ ടാർഗറ്റിക്ക് പോകുന്ന ട്രേഡുകൾ വളരെ ചുരുക്കമാണ് കിട്ടിയത്. ആ ഒരു ട്രേഡ് മറ്റേ സെൻസസിൻ്റെ 300 പോയിന്റ് കിട്ടിയ ട്രേഡാണ് ഫുൾ ടാർഗറ്റ് പോയിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയൊക്കെ ഇങ്ങനെ ഒരു 15-20 പോയിന്റ് കിട്ടിയിട്ടുള്ള ട്രേഡുകളാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങളിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറേ ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ലെവൽ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ബൈ ചെയ്തെടുക്കാവുന്നതാണ്. തികച്ചും ഫ്രീ ആണ്. നിങ്ങളതിന് വേണ്ടിയിട്ട് എൻ്റെ ടെലിഗ്രാമിലേക്ക് ഒരു ഹായ് ഇടുക, DM ചെയ്യുക, മനസ്സിലായാൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തികച്ചും ഫ്രീ ആണ്. ഒരു ബിഗിനേഴ്സ് ലെവലുള്ള ആൾക്കാർക്കൊക്കെയും അത് ബൈ ചെയ്തെടുക്കാം. ഇനി കുറച്ച് അറിയാം, എന്നാൽ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല, അങ്ങനത്തെ ആൾക്കാർക്കും അത് ബൈ ചെയ്തെടുക്കാം. നമുക്ക് പുറത്ത് പെയ്ഡിൽ കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു വീഡിയോയുടെ ഉള്ളിൽ. പിന്നെ അതൊരു 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിലൊരു ഇൻഫർമേഷൻ കിട്ടും, മനസ്സിലായില്ലേ. താല്പര്യമുള്ളവർക്ക് അത് ബൈ ചെയ്തെടുക്കാം. നമുക്ക് സെൻസസ് ഉണ്ടായിരുന്ന ട്രേഡ് ഇതാണ് ഫസ്റ്റത്തെ ട്രേഡ്. ഇന്നത്തെ ഇതൊരു 200 പോയിന്റ് ക്യാച്ച് ചെയ്തിട്ടുള്ള ട്രേഡാണ്. ഫുൾ ടാർഗറ്റ് 200-ആണ്. ഇത് പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 200-അല്ല, ഒറ്റ കാലിലുണ്ടെങ്കിൽ 100 പോയിന്റ് പിന്നെയും കയറിയിട്ടുണ്ട്. അടുത്ത മിനിറ്റ് വേറെ ട്രേഡും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 1:1 കിട്ടിയിട്ടില്ല, 60 പോയിന്റ് കിട്ടിയിട്ടുള്ളതാണ്. അല്ല SL പറയാനൊന്നുമില്ല. അതെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 60 പോയിന്റ് കിട്ടും. അങ്ങനത്തെ ഒരു ട്രേഡ് അത്. തിരിച്ചു കയറുന്ന സമയത്തൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മുടെ കണ്ടീഷൻ വരികയാണെങ്കിൽ. ഇവിടെ കേട്ടില്ല നിങ്ങൾ ഈ ഒരു ഏരിയ ഭയങ്കര സ്ട്രഗിളിങ് ഏരിയ. ഇവിടെ എടുക്കാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ലെവൽസിൽ എടുക്കാൻ പറ്റുക. പക്ഷെ മുകളിലത്തെ ലെവൽസിലേക്ക് നമ്മൾ മാർക്കറ്റ് കൊണ്ടുപോയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ടാസ്കിൻ്റെ ഉള്ളിലത്തെ. ഇവിടെയൊക്കെ നമ്മുടെ റെഡ് ക്യാനിൻ്റെ അടിയിലാണ് ക്ലോസ് ചെയ്താണ്. മാർക്കറ്റ് ഇല്ല. അവിടെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുമില്ല. അതാണ് രസം.
ബ്രേക്ക് ചെയ്ത് പോയി കിട്ടിയില്ല. പിന്നെ 5 മിനിറ്റ് ലിമിറ്റിലൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെയും ക്യാനിൽ അടിയിലേക്ക് പോയി, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ സിനാരിയോ അവിടെ നടന്നേക്കണത്. ഓൾമോസ്റ്റ് എല്ലാ നിഫ്റ്റി ട്രേഡിലും ഇതേ ഒരു സിനാരിയോ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ട്രേഡ് എടുക്കുക. നമുക്ക് പോയിന്റ്സ് കിട്ടും. ഇപ്പോൾ ഓരോ ഭാഗത്തു നിന്നുള്ള പോയിന്റ്സ് നോക്കിക്കോ. 412, 590. അപ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടാതിരിക്കില്ല, നിങ്ങൾ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ചെറിയ ചെറിയ ട്രേഡുകളെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് നിഫ്റ്റിയിലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 24,800 ഫസ്റ്റ് ട്രേഡ് നമുക്ക് എസ്സിലായിരുന്നു. അത് SLC എൻട്രി ആണ്. പക്ഷേ പിന്നെ അത് SL പോയിട്ടുണ്ട് അവിടെ. പിന്നെ അത് SL തന്നെയാണ്. പിന്നത്തെ ട്രേഡ് നമ്മൾ റീ എൻട്രി ആണ്. 135 രൂപ ഒരു റീ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 20 പോയിൻ്റ് മൂവ് ചെയ്തേക്കണത്. ആക്ച്വലി പറയുകയാണെങ്കിൽ 20 പോയിൻ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിക്കല് ചെയ്തത്. പക്ഷേ ഇത്രയും നേരം ഒരാൾ ഹോൾഡ് ചെയ്തൊന്നും ഇരിക്കില്ല. പിന്നെ നല്ല രീതിക്ക് ഉയർച്ചയായി അത്. പിന്നെ 81,400 81,400 ഫസ്റ്റ് ട്രേഡ് ഒരു 120 പോയിൻ്റ് കിട്ടിയാണത്. രണ്ടാമത്തെ ട്രേഡ് ഒരു 60 പോയിൻ്റാണ് ടോട്ടൽ കിട്ടിയേക്കണത്. അത് കുറച്ച് നേരം നിന്നിട്ടുമുണ്ട്. സംഭവം എല്ലാവർക്കും പ്രോഫിറ്റ് തന്നെ വരുള്ളൂ. പക്ഷെ 60 പോയിൻ്റേ പോയിട്ടുള്ളൂ എന്ന് മാത്രം. രണ്ടാമത്തെ ട്രേഡ് സെയിം എൻട്രി തന്നെയാണ് കേട്ടോ, സെയിം പ്രൈസ് തന്നെ. അത് ഫസ്റ്റ് ട്രേഡ് നമുക്ക് SL പോയിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ എക്സിറ്റ് അടിച്ചവർക്ക് രണ്ടാമതൊരു റീ എൻട്രി എന്ന് മാത്രം. അങ്ങനെയാണ് സെറ്റപ്പ്. സെയിം എൻട്രി തന്നെയാണ്, രണ്ടും ഒരേ എൻട്രിയാണ്. ഇനിയിപ്പോൾ ആദ്യത്തെ എടുക്കാത്ത ആൾക്കാർ രണ്ടാമത്തെ എടുക്കാത്തുള്ളൂ കാര്യം. അവൻ രണ്ടിലും കൂടിയിട്ട് ഒരു 200 പോയിൻ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന 24,550 ആണ്. 24,550 ഈ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു ഇത് റിസ്ക് ആണ്. ഇതെന്താ റിസ്ക് എന്ന് പറയാൻ കാരണം, ഈ സമയത്ത് നമ്മളെപ്പോഴും നിഫ്റ്റി ട്രേഡ് എടുക്കുന്ന നേരത്ത് നിങ്ങൾ സെൻസസ് സ്ട്രൈക്കും കൂടി നോക്കുക. ഒരു ടിപ്പായിട്ട് കൂട്ടിയാൽ മതി. നിഫ്റ്റി നിങ്ങൾ എടുക്കുമ്പോൾ സെൻസസ് ഏതെങ്കിലും ഒരു C സൈഡോ B സൈഡോ, ഇപ്പോൾ ഇത് P അല്ലേ, അപ്പോൾ നമ്മൾ സെൻസസും B നോക്കുക. അപ്പോൾ രണ്ടിനും നമുക്ക് ട്രേഡ് ഒരുമിച്ച് ആക്ടിവേഷൻ നടക്കണം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് മൂവ്മെന്റ് നടക്കണം. ഈ രണ്ട് സിനാരിയോ നടക്കണമെങ്കിൽ നമുക്ക് ഇതിലും മൊമെന്റം വരും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇവിടെ നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡ് ആക്ടിവേറ്റ് ആയി സെൻസസ് അടിയായി പോയി. അപ്പോൾ അപ്പോഴാണ് ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡലിൽ നടന്നു. നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടന്ന അടുത്ത ക്യാൻഡലിൽ സെൻസസ് അടിയായി പോയി. അപ്പോഴേ ഞാൻ പറഞ്ഞത് പ്രോബ്ലം ആണ്, ഇറങ്ങേണ്ട വരുന്നത്. ഇത് പിന്നെ കുറച്ച് കറക്റ്റായിട്ട് അവർ മേടിച്ച പ്രൈസിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ലോസിലായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ അത് കണ്ടിന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റ് 10ാമത്തെ മിനിറ്റ് ക്യാനിലാണ് SL അടിക്കണത്. 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറയണത് ഞാൻ. ശരിക്കും 10ാമത്തെ മിനിറ്റ് ക്യാനിലാണ് SL അടിക്കണത്. പിന്നെ ഇവിടെ നിങ്ങൾ പിന്നെയും കണ്ടാവും ഈ ഒരു ഭാഗത്ത് നല്ലൊരു ബുളിഷ് മൂവ്മെൻറ്റ് ഇവിടെ നടന്നു. വലിയൊരു ക്യാൻഡലല്ലേ, ഈ ക്യാൻഡിൽ സെൻസസിലും കിട്ടിയിട്ടുണ്ട്. സെയിമായിട്ട് ഈ പ്രൈസിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ സെൻസസിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ സെൻസസിന് നോക്കുക നമ്മൾ ട്രേഡ് ചെയ്യണ നേരത്ത്. അപ്പോൾ ഇതാണ് ആ ക്യാൻഡിൽ. ഞാൻ ജസ്റ്റ് 84 B നോക്കിയപ്പോൾ തന്നെ കണ്ടല്ലേ വലിയൊരു ക്യാൻഡിൽ വന്നതാണത്. അവിടെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സെൻസസിലും നമ്മൾ നിഫ്റ്റിയുടെ ട്രേഡ് എടുത്തത് ഇവിടെയാണ്, ഈ റെഡ് ക്യാൻഡിലാണ്. ഈ റെഡ് ക്യാൻഡിൽ നിഫ്റ്റിയിൽ മുകളിൽ ലോസ് ചെയ്തു, സെൻസസിൽ അടിയിൽ ലോസ് ചെയ്തു. അപ്പോൾ പിന്നെ അവിടെ ടാസ്ക്കായി. അതാണ് ഞാൻ പറഞ്ഞത് അവിടെ പ്രശ്നമാണത്. പിന്നെ സെൻസസ് അടിയിലേക്ക് ഈസിയായിട്ട് വന്നു. നിഫ്റ്റി അടിയിലേക്ക് കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്തിട്ട് അടിയിലേക്ക് വന്നു. എന്നിട്ട് തിരിച്ചു കയറി ഒരുമിച്ച്, രണ്ടും ഒരുമിച്ച് തിരിച്ചു കയറി. സെൻസസിനെ കൂടി നോക്കിയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടും പ്രോഫിറ്റൊക്കെ വരും കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈസി ആയിട്ടുള്ള ദിവസം തന്നെയാണ്. പക്ഷെ നിങ്ങൾ എത്രത്തോളം നമ്മുടെ എൻട്രികൾ കറക്റ്റായിട്ട് പിക്ക് ചെയ്യണു, അതേപോലെ നിങ്ങൾ പ്രോഫിറ്റ്. ഇപ്പം ഞാനൊരു 100 രൂപ തരണേ നോക്കി, ഈ 100 രൂപയ്ക്ക് നിങ്ങൾ കറക്റ്റ് പിക്ക് ചെയ്യണം. അതാണ് അവിടുത്തെ ഒരു പോയിന്റ്, മനസ്സിലായില്ലേ? ഇപ്പോൾ സെൻസസിൽ ഈ ട്രേഡ് എടുത്തോ, ഇത് നമുക്കൊരു കണ്ടീഷൻ പറയാം. ഇത് ഡേ ഹൈ മെത്തഡാണ് കേട്ടോ. ഞാൻ പറയാൻ പറഞ്ഞ കാര്യമാണ്. 412 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് റെഡ് ക്യാൻഡലല്ലേ, ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എടുത്ത ട്രേഡാണ്. ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ചാടിക്കൽ എടുക്കല്ല, നമ്മൾ റെഡ് ക്യാൻഡൽ റിജക്ഷൻ കൂടി നോക്കിയിട്ട് എടുക്കുക, അത്ര ഉള്ളൂ കാര്യം. അപ്പോൾ ഈ ട്രേഡ് എല്ലാവർക്കും ലിമിറ്റിൽ ഇടുന്ന ട്രേഡാണ്, എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. ഇത് പിന്നെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 9:19 ഈ ട്രേഡ് ആക്ടിവേഷൻ നടക്കുന്നത്. 9:18, 19 ആ ടൈമിനാണ് നിങ്ങൾക്ക് എൻട്രി കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് ട്രേഡ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം. എടുക്കണത് എവിടെ എടുക്കേണ്ടത്, നിങ്ങൾ 412 മാക്സിമം എടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഒരു 10 പോയിന്റ് മുകളിൽ എടുത്താലും പ്രശ്നമില്ല, 422 എടുത്താലും പ്രശ്നമില്ല. അതാണ് എൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ്, ലിമിറ്റ് പ്രൈസ്. മാക്സിമം എല്ലാവരും അങ്ങനെ തന്നെ എടുത്ത് ശീലിക്കുക. നിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ 1 രൂപ 2 രൂപ. ഇപ്പം 412 നിഫ്റ്റിയുടെ വരാൻ നോക്കി, നിങ്ങൾ 413, 414 നിഫ്റ്റിനെ എടുക്കാം, പ്രശ്നമില്ല ട്രേഡ്. എന്നിട്ട് കറക്റ്റ് 10 SL ഇടുക. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഒരു ഡിമാൻഡ് ലിമിറ്റിൽ തന്നെ എടുക്കാൻ നോക്കുക. 412 നിഫ്റ്റിനെ എടുക്കുക, അല്ലെങ്കിൽ 412 സെൻസസിന് എടുക്കുക, ലിമിറ്റിലെടുക്കുക. ഞാൻ തന്ന പ്രൈസിലെടുക്കുക. അപ്പോൾ നിങ്ങൾ പ്രൈസ് സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മാർക്കറ്റ് ഓർഡർ ഞെക്കിയാലും ശരി, ബ്രാക്കറ്റ് ഓർഡർ എടുത്താലും ശരി, നിങ്ങൾ എടുക്കുന്ന പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന SL ചെറുതാണ്, അത് സ്വൈപ്പായിട്ടാണെങ്കിലും നിങ്ങളുടെ SL പോകും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട്. ക്രൂഡ് ഓയിൽ നിഫ്റ്റി പോലെ തന്നെയാണ്. നമ്മൾ പ്രോപ്പർ സ്ട്രൈക്ക് ചാർട്ട് നോക്കിയുള്ള ട്രേഡിംഗ് ആണ്. മെയിനായിട്ട് സ്ട്രൈക്ക് ചാർട്ട് മാത്രമേ നോക്കാറുള്ളൂ, സ്പോട്ട് ചാർട്ട് നോക്കാറില്ല. നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഇവിടെയും ട്രേഡ് എടുക്കുന്നത്. 10 പോയിന്റ് എസ് ആണ് 50 പോയിന്റ് ടാർഗറ്റാണ്. 10 പോയിന്റ് എസ് എന്ന് പറഞ്ഞാൽ 1000 രൂപ പോകും. 50 പോയിന്റ് എന്ന് പറഞ്ഞാൽ 5000 രൂപ കിട്ടും. 50 പോയിന്റ് എല്ലാ ട്രേഡും കിട്ടുന്നില്ല. ഒരു 40-50 പോയിന്റ് ഒക്കെ കിട്ടാൻ മിക്ക ട്രേഡും ചാൻസ് ഉണ്ട്. ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 3-4 കോളം ഉണ്ടാവുക, അതായത് സിഗ്നൽസ് ഉണ്ടാവുക. ഈ 3-4 സിഗ്നൽസിൽ ഒരു എസ്എല്ലിൽ മേ ബി പോകാൻ ചാൻസ് ഉണ്ട്. അതെപ്പോഴും ഒരു റിസ്ക് എല്ലാ ട്രേഡിലും ഉണ്ട്. ഇതിനൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ ആരെ കൊണ്ടും പറ്റില്ല. ഞാൻ അപ്പോഴും പറയുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-3 ട്രേഡ് വിന്നിങ് ട്രേഡ് ആയിരിക്കും എന്നാണ് ഞാൻ പറയണത്. മനസ്സിലായി? ഒരു ട്രേഡ് നിങ്ങൾ എസ്സിൽ കൊടുത്തേ പറ്റൂ, അങ്ങനെ ഞാൻ പറയൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ഒരു ക്രൂഡ് ഓയിൽ ട്രേഡിങ് ചെയ്യാൻ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഇഷ്ടം പോലെ ട്രേഡിങ്, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ട്രേഡിങ് പഠിപ്പിക്കുന്നുണ്ട്. അതെന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബേസിക്കലി ഞാനങ്ങനെ നോക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാണാറൊക്കെ ഉണ്ട്. ഇതിന് വേണ്ടി ഇരുന്നിരുന്ന ടൈമുണ്ട്. കറക്റ്റായിട്ട് യൂട്യൂബ് തന്നെ നോക്കി ആരൊക്കെയാണ് നല്ലത് ആരൊക്കെയാണ് ബാഡ് എന്നൊക്കെ നോക്കേണ്ട ടൈമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസർ ആവുന്ന രീതിയിലുള്ള കണ്ടൻസ് ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇൻഫ്ലുവൻസർ ആയി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ക്യാഷാണ്, നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഫസ്റ്റ് തന്നെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ആളുടെ ചാനലിൽ കയറി നോക്കാം. എന്നിട്ട് ആളുടെ ഒപ്പം ട്രേഡ് എടുത്ത് നോക്കുക. ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടേ കാര്യം മനസ്സിലാവും അത് ഗുഡാണോ ബാഡാണോ എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് നല്ലത് കിട്ടുന്ന ഏത് യൂട്യൂബ് ചാനലിൽ നിന്നാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ചാനൽസിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ജസ്റ്റ് ഈ ടോപ്പിക്ക് എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. നമ്മൾ ചെറിയൊരു ഗ്രോയിങ് ചാനലാണ്. അപ്പോൾ ചെറുതായിട്ടെങ്കിലും എൻ്റെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് ആൾക്കാരിങ്ങനെ വരും, ഗ്രൂപ്പിലൊക്കെ ആഡായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. ട്രേഡ് നോക്കുക, പേപ്പർ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എടുക്കുന്ന ട്രേഡുകൾ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ട്രേഡുകൾ എല്ലാവരും ഫ്രണ്ട് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ടോട്ടൽ വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. പിന്നെ എൻ്റെ ഒരു സെറ്റപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും എൻ്റെ ഈ സെറ്റപ്പിനെ യൂണീക്കായിട്ട് തന്നെ പറയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡായതുകൊണ്ട് എനിക്കത് യൂണീക്കാണ്. മനസ്സിലായില്ലേ? ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ ഒരാളും പറഞ്ഞു തന്നിട്ടുള്ളൊരു സംഭവമല്ല. അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ആരും നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാൻ പോകണില്ല. ഇതിൻ്റെ ഉള്ളിൽ മിക്ക ആൾക്കാരും എല്ലാതും അവരുടെ കയ്യിൽ തന്നെ വെക്കണ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഞാനിവിടെ ഇങ്ങനത്തെ ഒരു മെത്തേഡ് സെല്ല് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് കേട്ടോട്ടാ, സെല്ല് തന്നെ ചെയ്യണത്, കോഴ്സ് തന്നെ സെല്ല് ചെയ്യണത്. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനത്തെ ഒരു മെത്തേഡാണ് സെല്ല് ചെയ്യണത്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്, പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട്. ഈ രണ്ടിലും കയറിയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ആക്യുറസി വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ പിന്നെ ഒരു കാര്യം അഡീഷണൽ ആയിട്ട് പറയാം. നിങ്ങൾ എൻ്റെ പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയുണ്ടോ ഫ്രീ ഗ്രൂപ്പിൽ കയറിയുണ്ടോ നിങ്ങൾ പ്രോഫിറ്റിൽ 1 മാസം ഇരിക്കണം എന്ന് നിർബന്ധമില്ല. അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞത്. നിങ്ങൾ എടുക്കണ പോയിന്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ ക്യാപിറ്റലിനെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം, നിങ്ങളുടെ ലോട്ട് സൈസ് എങ്ങനെ മാനേജ് ചെയ്യണം, അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ പറയുന്നത് 10 പോയിന്റ് SL മാത്രമാണ് പറയണത്. നിങ്ങൾ 10 പോയിന്റ് SL എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ 750 രൂപയാണ്, സെൻസസിൽ 40 പോയിന്റാണ് 800 രൂപയാണ്, ബാങ്ക് നിഫ്റ്റിയിൽ 30 പോയിന്റാണ് 900 രൂപയാണ്. മനസ്സിലായില്ലേ? 1000 രൂപയുടെ മുകളിൽ ഒരു SL ഇല്ല. അത് ക്രൂഡ് ഓയിലിന് മാത്രമുള്ള 1000 കറക്റ്റ്. അപ്പോൾ അതാണ് SLൻ്റെ ഒരു ഫോർമാറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകണ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലായില്ലേ? എന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ. അതൊന്നും നിങ്ങളുടെ തെറ്റല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ചാടി കയറിയിട്ട് പോണത് നിങ്ങളുടെ തെറ്റല്ല. അത് നമ്മളും ചെയ്യാറുള്ള കാര്യം തന്നെയാണ്. ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ജസ്റ്റ് ഇങ്ങനെ പ്രൈസ് തരുന്നു, അത് എടുക്കണു, ചാടി കയറി പോകണം, അത് നമ്മളും ചെയ്തിട്ടുള്ള തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ SL കൂടും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചെറിയ SL ആണെങ്കിൽ വരെ ഈസിയായിട്ട് അടിച്ചു പോകും. ഈ 2 സംഭവം നടക്കും. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിലേക്ക് ഞാൻ ബിൽഡായത്.
ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ പോണത് 10 പോയിന്റ് കറക്റ്റ് നമുക്കറിയാം, അവിടെ എന്താ കാര്യം നടക്കുന്നത് നമുക്കറിയാം. അതാണ് ടോട്ടലി ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് എനിക്ക് ഉള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒന്നല്ല, നമ്മൾ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കയ്യിലത്തെ ക്യാപിറ്റൽ കൊണ്ട് നോക്കേണ്ടത്. നിങ്ങൾക്ക് ലോസുകൾ വരാം, നിങ്ങളുടെ ക്യാപിറ്റൽ പോലെയായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ 10 പോയിന്റ് എസ് എൽ ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയായിരിക്കും, അത് എസ് എൽ അടിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും ക്യാപിറ്റൽ അങ്ങനെ നഷ്ടപ്പെടേണ്ട കാര്യങ്ങൾ വരുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ക്യാഷ് പോയാലാണ് കുറേ ക്യാഷ് കിട്ടുള്ളൂ. അതാണ് ബേസിക്കലി ഒരു തത്വം ഇതിൻ്റെ ഉള്ളിൽ. നിങ്ങളിപ്പോൾ എല്ലാം പഠിച്ചു, എൻ്റെ ഒരു മെത്തേഡ് പഠിച്ചു, അപ്പോഴും നിങ്ങൾ എസ് എൽ പഠിച്ചു. ഇതാണ് എൻ്റെ ഉള്ളൊരു പ്രശ്നം, മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. നിങ്ങളിത് എത്രത്തോളം നന്നായിട്ട് കൈകാര്യം ചെയ്യണു, അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കണത്. നിങ്ങളവിടെ പിന്നെയും 10 പോയിന്റ് കറക്റ്റ് ഇടും, എല്ലാതും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് എസ് എല്ലിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട്. നിങ്ങൾ എടുക്കണ പോയിന്റിനാണ് അവിടെ പ്രശ്നം, മനസ്സിലായില്ലേ? ഇത് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങളത് മാനേജ് ചെയ്യണം. നിങ്ങൾ എടുക്കണ പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആക്കണം. നിങ്ങളുടെ മൈൻഡിലൊരു പോയിന്റ് ഉണ്ടാവും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ കാര്യം പറയണത്. നിങ്ങളുടെ മൈൻഡിലൊരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടും, ആ പോയിന്റ് എടുക്കാൻ പാടുള്ളൂ. 200 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി, നേരെ കയറി 214 215 മേടിക്കലല്ല പഠിപ്പിച്ചു കൊടുക്കണത്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ 200 201 202 എടുക്കാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ പഠിക്കാൻ ഇനി പോകുന്ന ആൾക്കാരാണെങ്കിലും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. മാക്സിമം ലിമിറ്റ്, അത് കഴിഞ്ഞിട്ട് 10 പോയിന്റ് അടിയിൽ പോയ എക്സിറ്റ്, മനസ്സിലായില്ലേ? ഈ ഒരു മൈൻഡ് സെറ്റിക്ക് എപ്പോഴും വരണം. നിങ്ങളുടെ ക്യാപിറ്റൽ പോകാണ്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയണത്. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്യണം, എന്നാലാണ് കാര്യം നടക്കുള്ളൂ. നിങ്ങൾക്ക് പ്രോഫിറ്റ് വരണമെങ്കിൽ ട്രെൻഡിങ് മാർക്കറ്റിലെ കാര്യമല്ലേ പറയണം. ഇപ്പം ഇന്ന് ഭയങ്കര സൈഡ് വൈസ് ആണ്, പക്ഷെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പക്ഷെ 50 പോയിന്റ് ഒന്നും കിട്ടില്ല എല്ലാ ട്രേഡും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 5 to 10 ട്രേഡ് മിക്ക ദിവസം കൊടുക്കുന്നുണ്ട്. അത്രയും കൺസൾട്ടേഷൻ ഉള്ള മാർക്കറ്റിലാണ് ഒരു 2 ട്രേഡ് 3 ട്രേഡ് കൊടുക്കുള്ളൂ. ചിലപ്പോൾ അത് എസ് എൽ അടിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത മാർക്കറ്റിലൊക്കെ എങ്ങനെ നോക്കിയാലും 5 to 10 ട്രേഡ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ 5 ട്രേഡും പ്രോഫിറ്റിക്ക് പോകണം, അല്ലെങ്കിൽ ഒരു 10 ട്രേഡും 50 പോയിന്റ്, അല്ലെങ്കിൽ സെൻസസിൽ 200 പോയിന്റ്, ബാങ്ക് നിഫ്റ്റിയിൽ 150 പോയിന്റ് പോകണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഞാൻ പറയല്ലോ, ഞാൻ ആക്യുറസി പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 3 ട്രേഡാണ് ഫുൾ ടാർഗറ്റ് വരുന്നുണ്ടാവുക. ആ ഫുൾ ടാർഗറ്റിൽ നിങ്ങൾ എങ്ങനെ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കണ ഓരോ ട്രേഡിനും നിങ്ങൾ കറക്റ്റായിട്ട് കോസ്റ്റ് അല്ലെങ്കിൽ എസ് എൽ മെയിൻറ്റെയിനിങ് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ലോട്ട് ഇടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ പോകാണ്ടിരിക്കാൻ മാർക്കറ്റിൽ നിന്ന് ഒരു 10-15 പോയിന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഇടുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. 2 ലോട്ട് ഇടുന്ന ആൾക്കാർക്ക് സുഖമാണ് കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-15 പോയിന്റ് പോകുന്ന നേരത്ത് നിങ്ങൾ ആദ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. 15 പോയിന്റ് അല്ലെങ്കിൽ 20 പോയിന്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഒറ്റ ക്യാൻഡിലൊക്കെ കിട്ടും. അത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് അടുത്ത 10 പോയിന്റ് ഉണ്ടല്ലോ, അടുത്ത 10 പോയിന്റ് അല്ല, അടുത്തൊരു ലോട്ട് ഉണ്ടല്ലോ, ആ ലോട്ടിന് നിങ്ങൾ എസ് എല്ലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എത്ര രൂപയാണ് നിങ്ങൾ ആദ്യം വെച്ച എസ് എല്ലിൽ തന്നെ ഒരു ലോട്ടിന് വെക്കുക. ബാക്കി മാർക്കറ്റ് തീരുമാനിക്കുക. നമ്മൾ ഓൾറെഡി 15 പോയിന്റ് എടുത്തു, ഇനി ഒന്ന് അടിച്ചാൽ നിങ്ങൾക്ക് 5 പോയിന്റ് അല്ലെങ്കിൽ 10 പോയിന്റ് പ്രോഫിറ്റ് നിങ്ങൾ ഇരിക്കുകയുള്ളൂ. അല്ലാതെ ഇൻ കേസ് നല്ല രീതിക്ക് പോകാണ്, മോളിലേക്ക് നല്ല രീതിക്ക് പോകാന്നുണ്ടെങ്കിൽ 50 പോയിന്റിലേക്കൊക്കെ പോകാൻ ഫുൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. എപ്പോഴും എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഴച്ചിൽ എപ്പോഴും കിട്ടും, മനസ്സിലായില്ലേ? നമ്മളൊരു പ്രൈസ് തരുന്നു, അതിൻ്റെ മുകളിൽ ഭയങ്കര ഫൈറ്റ് നടക്കുന്ന ഏരിയ ആണ്, ബയേഴ്സ് സെല്ലേഴ്സ് നല്ല ഫൈറ്റ് നടക്കുന്ന ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നിങ്ങൾ ട്രേഡ് എടുത്ത് കയറുന്നത്. അപ്പോൾ ഒരിക്കലും 1 ക്യാനോണ്ട് 2 ക്യാനോണ്ട് എല്ലാ ട്രേഡും നിങ്ങൾക്ക് പ്രോഫിറ്റ് വരില്ല. നല്ല രീതിക്ക് അത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രേഡ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോൾഡിങ് ഭയങ്കര ഒരു കാര്യമാണ്. നിങ്ങൾ ഹോൾഡ് ചെയ്യണം. പിന്നെ തിരിച്ചു കറന്ന് അത് അതിൽ വരാൻ പോകുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വന്ന് കോസ്റ്റൊക്കെ ഹിറ്റാവും, നിങ്ങൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും, എന്നിട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം, ക്ഷമ കാര്യമായിട്ട് വേണം. എന്നാലാണ് ട്രേഡിങ്ങിൽ ഒരു സക്സസ് റേറ്റിക്ക് വരാൻ പറ്റുള്ളൂ. ഡെയിലി പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇത് പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഓരോരോ പോയിന്റുകൾ എന്തായാലും കിട്ടും. അത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ എവിടെയാണ് ബൈയും പ്രൈസ് ഒന്നും. അപ്പോൾ അവർക്ക് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റും, അല്ലാത്തവർക്ക് എവിടെയും ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതറിയാത്തവർക്ക് ഞാൻ തരുന്ന കോഴ്സ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ മാക്സിമം കൺട്രോൾഡ് ആയിട്ട് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് നിങ്ങളെ പ്രോഫിറ്റിലിരിക്കാനുള്ള ആകെ ഒരു വഴി. പഠിച്ചവർക്ക് പ്രശ്നമില്ല, അവർക്ക് 3.5 വരെ നോക്കിയിരുന്നിട്ടാണെങ്കിലും അവരുടെ ലോസ് തന്നെ റിക്കവർ ആക്കിയിട്ട് അവർ വന്നോളും. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതിൻ്റെ ഒപ്പം ഈ പഠിച്ച ആൾക്കാരുടെ മിസ്റ്റേക്ക് കൂടി ഞാൻ പറഞ്ഞു. പഠിച്ച ആൾക്കാരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ
മൈൻഡിനെ കൺട്രോളാക്കിയിട്ട് ക്യാൻഡിൽസ് അടിയിലേക്ക് വരും എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ ഇരിക്കുക. വന്നില്ല ഇഗ്നോർ ചെയ്യുക. അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഞാൻ പറഞ്ഞു പോകണമെന്ന് മാത്രം കേട്ടോ എൻ്റെ ഒപ്പം. അപ്പം അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. പിന്നെയും പറയാണ്, നമ്മൾ 1K അയക്കുകയാണ് 1000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും പിന്നെയും താങ്ക്സ്. നാളെ ബുധനാഴ്ചയാണ് അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ.